ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ ഇതുപോലൊരു ബോട്ടിൽ നമ്മളത് വീട്ടിലൊക്കെ അത്യാവശ്യം ഉണ്ടാകുന്ന ഒരു കോഫി പൗഡറിൻ്റെ ബോട്ടിലായിരുന്നു. അപ്പോൾ ഇങ്ങനൊരു ബോട്ടിലിൽ നമുക്ക് എങ്ങനെ ഈ പെബിൾസൊക്കെ വെച്ചിട്ട് ഇതുപോലൊരു പ്ലാന്റ്, ഞാനിപ്പോൾ ഇവിടെ സിങ്കോണിയത്തിൻ്റെ ഈ ഒരു ഷെയ്ഡ് വരുന്ന പ്ലാന്റ് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം ഞാൻ റൂട്ട് ചെയ്യിച്ചിട്ടും പിന്നെ കട്ട് ചെയ്ത് റൂട്ടാക്കിയ ഒരു പ്ലാന്റാണ്. അപ്പോൾ ഇത് നമ്മൾ എടുക്കുന്നതെന്ന് വെച്ചാൽ ഈ സംഭവം നമുക്ക് വെള്ളത്തിൽ വളർത്താൻ പറ്റും. വാട്ടർ പ്ലാന്റ് ആക്കിയിട്ട് നമുക്ക് ഇൻസൈഡ് റൂമിൽ ഇൻഡോറായിട്ട് വളർത്താൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ഇൻഡോർ പ്ലാന്റ് ആക്കിയിട്ട് വെള്ളത്തിൽ സെറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ എടുത്തിരിക്കുന്ന അത്യാവശ്യം പെബിൾസ്, ഇതിനിപ്പോൾ 1 കിലോയ്ക്ക് 50 രൂപ ആണ് ഈ പെബിൾസിന് റേറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ പെബിൾസ് ഇതിൽ നല്ലതായിട്ട് അറേഞ്ച് ചെയ്യാം. അപ്പോൾ അതിന് ആദ്യം ഞാൻ ഇതിനകത്ത് കുറച്ച് നമ്മുടെ ഇഷ്ടിയ ഓട്ടും കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അടിഭാഗത്ത് നമുക്ക് കുറച്ച് ഓട്ടും കഷ്ണം ഇതുപോലെ കുറച്ച് കരി ഇടാം. അതായത് കുറച്ച് ഈ വിഷാംശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് വലിക്കെടുക്കാം. നമുക്ക് കംപ്ലീറ്റ് പെബിൾസ് ആക്കുന്നില്ല, കുറച്ച് കരിയും ഒക്കെ കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതിന് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഈ ഓട്ടും കഷ്ണങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി എടുത്തതാണ്. അപ്പോൾ ഈ ഓട്ടും കഷ്ണങ്ങൾ കുറച്ചുകൂടെ എടുക്കാം. ഇത് ഞാൻ ഇച്ചിരി എടുത്തിട്ടുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ കരി വെള്ളത്തിലിട്ടാൽ നോർമലി പൊന്തി വരും. അപ്പോൾ കുറച്ച് കരി നമ്മൾ താഴേക്ക് ഇട്ട് കൊടുക്കുക. കഴുകിയിട്ടെടുക്കാം, അല്ലെങ്കിൽ പിന്നീട് നമ്മൾ വെള്ളം മാറ്റുമ്പോൾ മാറ്റിയാലും മതി. കുറച്ച് കരി ഞാൻ ഇതുപോലെ താഴെ ഭാഗത്തേക്ക്, ചെറിയ കഷ്ണങ്ങളാണ് ഏറ്റവും നല്ലത്, കാരണം അത്രയധികം കരിൻ്റെ ഗുണം ചെയ്യും. വിഷാംശങ്ങളൊക്കെ പോവും, പ്ലാന്റിന് നല്ല ഗ്രോത്തും കിട്ടുകയാണ്. കരി നല്ലതാണ്. അപ്പോൾ ഇതുപോലെ കുറച്ച് കരി ഇടുക, ഓവറായിട്ട് ഇടണ്ട. ഒരു 1/4 ഭാഗം കരി ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം കുറച്ച് ഓട്ടും കഷ്ണം ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് പെബിൾസാണ് ഇടണ്ടെങ്കിലും ഇടാൻ കുഴപ്പമൊന്നുമില്ല. കുറച്ച് കരി ഇട്ട് കൊടുക്കുന്നത് നല്ലതായിട്ട് എനിക്ക് തോന്നി, അതുകൊണ്ടാണ്. ഇപ്പോൾ ഓരോരുത്തർക്ക് അവരുടെ ഈ ചോയ്സിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ സിങ്കോണിയം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലക്കി ബാമ്പു എടുക്കാം, അല്ലെങ്കിൽ ഇതേപോലെ വെള്ളത്തിൽ വളർത്താൻ പറ്റുന്ന ഏത് പ്ലാന്റ് ആയാലും ചെയ്യാം. അപ്പോൾ ഞാൻ ഇതാണ് എടുത്തിരിക്കുന്നത്, സിങ്കോണിയം. അപ്പോൾ അതിനെ നമ്മൾ ഇതിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്ത് വയ്ക്കുക. കുറച്ച് പെബിൾസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ചെടി ഇതിനകത്തേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ചെടി വെക്കുന്നതിൻ്റെ മുന്നേ തന്നെ നമുക്ക് കുറച്ച് ഭാഗം ഈ പെബിൾസ് കൊണ്ടൊന്ന് ഫില്ല് ചെയ്യാം. അപ്പോൾ പെബിൾസ് ഫില്ല് ചെയ്യുമ്പോൾ അതിൻ്റെ ബോട്ടം പോർഷൻ കാണാനൊരു ഭംഗിയുണ്ടാവും. അപ്പോൾ നമ്മളിതുപോലെ പെബിൾസ് ഇട്ട് ഇപ്പോൾ ഇതുപോലെ നമുക്ക് ഫില്ല് ചെയ്തൊന്ന് നോക്കുക. എന്നിട്ട് നമുക്ക് ഈ പ്ലാന്റ്, ഇപ്പോൾ റൂട്ട്സ് ഉള്ള പ്ലാന്റിനെ നമുക്ക് ഇതിലേക്ക് ഇടണം. അതായത് ഇത് വെച്ചതിന് ശേഷമാണ് നമ്മൾ ഇതിലിടേണ്ടത്. ഓക്കെ, ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ ഈ പെബിൾസ് ഇതിനകത്തോട്ട് ഫില്ല് ചെയ്യാം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി റൂട്ട്സിൻ്റെ ഇടയിലൊക്കെ പെബിൾസും കരിയുമായിട്ട് ഇങ്ങനെ കുറച്ച് ഇടയ്ക്ക് മാത്രം ഇച്ചിരി കരി ഇട്ട് കൊടുക്കുക. പിന്നെ എന്തെങ്കിലും ഫില്ലേഴ്സ് ആണെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. അതിൻ്റെ ഇടയിലേക്ക് ഇത് കംപ്ലീറ്റ്ലി ഫില്ലാവും. അപ്പോൾ ഇങ്ങനെ ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അത് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. ജസ്റ്റ് ഒരു സിമ്പിളായിട്ടുള്ള വീഡിയോ ആണ്, എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷേ ഞാനിങ്ങനെ ഒരു മെത്തേഡ് ചെയ്യുന്ന സമയത്ത് ഒരു വീഡിയോ ആക്കി ഇട്ടുമെന്നുള്ളൂ. ഏതെങ്കിലും ഐഡിയ നമുക്ക് ചെയ്യാൻ പറ്റും. വീട്ടിലുള്ള ഒരു ബോട്ടിൽ വെച്ചിട്ട് നമുക്ക് നല്ല രീതിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഫുള്ളായിട്ട് ഇതിൻ്റെ പെബിൾസ് ഇതിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ പെബിൾസിൽ നമ്മൾ വെച്ചതിന് ശേഷം ഇതിൽ നമ്മൾ വെള്ളം നിറയ്ക്കുക ചെയ്യാം. അപ്പോൾ ഇതാണ് പെബിൾസ് നിറച്ചതിന് ശേഷമുള്ളത്. അപ്പം ഈ ലെവലിൽ നമുക്ക് ഒരു വാട്ടർ പ്ലാന്റ് ആക്കിയിട്ട് നമുക്ക് എവിടെയെങ്കിലും വെക്കാം. അപ്പോൾ ഇതിനിപ്പോൾ നമുക്കിനി വെള്ളം കൂടെ നിറച്ച് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ബാക്കിയെല്ലാം ആയി. ഇപ്പോൾ കളർഫുള്ളായിട്ടുള്ള ഒരു ഡിസൈന് പോലെ നമുക്ക് കിട്ടി. വീട്ടിലിരിക്കുന്ന ഏതെങ്കിലും ഒരു കാലി ബോട്ടിൽ വെച്ച് നമുക്ക് ഇങ്ങനെ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ഒരു ട്രയാങ്കിളൊക്കെ ബോട്ടിലൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി ഒരു ഭംഗി ഉണ്ടാവും കാണുമ്പോൾ. അപ്പോൾ ഫൈനൽ ലുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.